ഇന്ന് അനവധി ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഇതെന്തിനെ കുറിച്ചാണ്, ഇതെന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും മികച്ചമായ ഒരു തീരുമാനം. ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്റെ ജീവിതത്തിൽ നടന്നതൊക്കെ കാണണം. പിന്നെ ദൈവത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയത്. എന്റെ ജോലി നന്നായിട്ട് കിട്ടി, എനിക്ക് കൂടുതൽ സാലറി കിട്ടി, എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പോയി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞങ്ങൾ മറ്റൊരു വിഷയമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കുറച്ച് നാളുകൾക്ക് മുമ്പ്. അതിൽ തന്നെ വരുന്നതായ ഒരു വിഷയമാണിത്. ഇന്ന് എന്തിനെ കുറിച്ചാണ് പറയുന്നത്? തീയാലുള്ള സ്നാനം. ഇന്ന് അനേകരും തീയാലുള്ള സ്നാനം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതെ, ഇന്ന് അനവധി ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് ഇതെന്തിനെ കുറിച്ചാണ്, ഇതെന്താണെന്ന് അറിഞ്ഞതിന് ശേഷം പ്രാർത്ഥിക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. അതാണ് ഏറ്റവും മികച്ചമായ ഒരു തീരുമാനം. അതെ, ഇതെന്താണെന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടോ? ബൈബിളിൽ എല്ലാ കാര്യത്തെ പറ്റിയും വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് തന്നെ പരിശോധിക്കുകയും ചെയ്യണം. അതെ, നമുക്ക് മത്തായി 3:7 മുതൽ ഒന്ന് നോക്കാം. അവിടെ യോഹന്നാൻ സ്നാപകനാണ് സംസാരിക്കുന്നത്. കാരണം തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും പലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞ് ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നത് ആർ? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ. അതിനുശേഷം 9 ഞാൻ സ്കിപ്പ് ചെയ്യണാണ്, അത് നിങ്ങൾക്ക് തന്നെ വായിച്ചു നോക്കാം. 10 ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയുന്നു. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേ ഉള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ, അതാരെ കുറിച്ചാ പറയണത്? യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. യോഹന്നാൻ സ്നാപകനാണ് ഈ കാര്യം പറയുന്നത്. അതെ, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. ഇവിടെ പറയണതാണ് ആളുകൾ എന്ത് വിചാരിക്കണത്? തീയിൽ എനിക്ക് സ്നാനം വേണം, യേശുവാണുള്ളത് തരണത്. അതാണ് ആളുകൾ പ്രാർത്ഥിക്കാനായിട്ടുള്ള മെയിൻ കാരണം. കാരണം ലോകത്തിൽ അനവധി നാമധേയ വിഭാഗങ്ങളുണ്ട്. അവര് പ്രാർത്ഥിക്കുന്നു, എനിക്കിത് വേണം. കാരണം അവര് വിചാരിക്കുന്നത് എന്താ? യേശു ആണല്ലോ ഇത് തരുന്നത്, അപ്പൊ ഇത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. പരിശുദ്ധാത്മാവിലും തീയിലുള്ള സ്നാനം എനിക്ക് വേണം. പരിശുദ്ധാത്മാവിലുള്ള സ്നാനം വേറെയാണോ? അതെ, വേറെയാണ്. എന്താണ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനം എന്ന് ബൈബിളിൽ പ്രകാരം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പോയി പരിശോധിച്ചു നോക്കാം. പെട്ടെന്ന് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്തായിരിക്കും, എവിടെയൊക്കെ നടന്നിട്ടുണ്ട് ഈ ഒരു പരിശുദ്ധാത്മ സ്നാനം? ഞങ്ങൾ മുമ്പേ ഇട്ട ഒരു വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 1 പെന്തക്കോസ്ത് നാളിലും 2 കൊർന്നേലിയോസിന്റെ ഭവനത്തിലും. അതെ, പരിശുദ്ധാത്മാവ് സ്നാനം നടക്കുമ്പോൾ 3 അടയാളം അവിടെ ഉണ്ടായി. എന്തൊക്കെയായിരുന്നു? നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതേപോലെ ബൈബിള് വായിച്ചു കഴിഞ്ഞാലും വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അതെ, 1 കൊടിയ കാറ്റടിക്കുന്നത് പോലെയുള്ള ശബ്ദം, 2 അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ, 3 അന്യഭാഷകളിൽ സംസാരം. ഈ 3 അടയാളങ്ങൾ ഉണ്ടായതാണ് പരിശുദ്ധാത്മ സ്നാനം. പല ആൾക്കാരും അതിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ എന്ന് പറയുമ്പോൾ അതാണ് തീയാലുള്ള സ്നാനം എന്ന് പറയും. പക്ഷെ അവിടെ അഗ്നിജ്വാല പിളർന്നിരിക്കുന്നു എന്നാണോ പറയുന്നത്? അല്ല, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. പക്ഷെ തെറ്റിദ്ധാരണകളെല്ലാം മനുഷ്യന്റെ ആ ഒരു ബൈബിള് വായിക്കാത്തതിന്റെ പ്രശ്നമാണ്, അല്ലാതെ ദൈവം ഇത് പറഞ്ഞതിന്റെ പ്രശ്നമല്ല. ആളുകള് മറ്റു ദുരുപദേശകന്മാര് പറയുന്നത് കേൾക്കാനാണ് കൂടുതൽ താല്പര്യം. എങ്കിലും നമുക്ക് മുൻപോട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ആരാണ് ഈ ഒരു പരിശുദ്ധാത്മ സ്നാനം നൽകുന്നത്? യേശു ക്രിസ്തുവിനെ അതിനുള്ള അതോറിറ്റി ഉള്ളൂ. അതെ, അതുപോലെ തന്നെ തീയാലുള്ള സ്നാനം നൽകാൻ ആർക്കേ അതോറിറ്റി ഉള്ളൂ? യോഹന്നാൻ സ്നാപകൻ ഈ ഒരു വാക്യത്തിൽ എന്താണ് പറയുന്നത്? അതും യേശു ക്രിസ്തുവിനേ ഉള്ളൂ. അതെ, എന്റെ പിന്നാലെ വരുന്നവൻ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. അപ്പൊ നമുക്കൊന്ന് ചിന്തിക്കാം. ഒരു പ്രൊഫസറിന്റെ ആ ഒരു ഉദാഹരണം നോക്കാം. ഒരു പ്രൊഫസർ കോളേജിൽ വന്നിട്ട് കോളേജിലെ ആ വിദ്യാർത്ഥികളോട് പറയണാണ്, ഞാൻ വളരെ ന്യായമുള്ളവനാണ്, നല്ലൊരു പ്രൊഫസറാണ്, പക്ഷെ അതുപോലെ തന്നെ ഞാൻ ടഫുമാണ് ഭയങ്കര. നിങ്ങൾ മോശമായിട്ടാണ് ചെയ്യണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് F തരും, ഗ്രേഡ്. നിങ്ങളെ ഏറ്റവും നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഞാൻ A ഗ്രേഡ് തരും എന്നും പറഞ്ഞ് ഇത് രണ്ടും സെയിം ആണോ? ആരും തന്നെ F ഗ്രേഡ് കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കില്ല. എല്ലാവർക്കും A ഗ്രേഡ് വേണം. അതിനു വേണ്ടി നിരന്തരമായി പഠിക്കുകയും അത് നേടുകയും ചെയ്യും. ഓക്കെ, അപ്പൊ A ഗ്രേഡും F ഗ്രേഡും ഒരാളല്ലേ തരുന്നത്? അതെ, ഒരാളാണ്. ഒരാൾ തരണമെന്ന് പറഞ്ഞ് രണ്ടും നല്ലതാണോ?
അല്ല, എഫ് ഗ്രേഡ് തീരെ പഠിക്കാതെയും പ്രൊഫസർ പറഞ്ഞ കാര്യം അനുസരിക്കാതെയും തോന്നിയ പോലെ പ്രവർത്തിക്കുന്ന ഒരു കുട്ടിക്കാണ് അത് നൽകുക. എ ഗ്രേഡ് പ്രൊഫസർ എന്തൊക്കെയാണോ പറഞ്ഞത് അതേപോലെ കേൾക്കുകയും അത് അനുസരിക്കുകയും അതിനുവേണ്ടി ചെയ്യുന്നവർക്കും. ഓക്കെ, അപ്പൊ നമുക്ക് കാണാം യേശുവിനെ കുറിച്ചും ഇത് തന്നെയാണ് പറയുന്നത്. അവൻ പരിശുദ്ധാത്മാവിലും തീയാലുള്ള സ്നാനം. കാരണം നമുക്ക് അതിന്റെ അടുത്ത വാക്യത്തിൽ ഇത് മത്തായി 3:11-12 വാക്യങ്ങൾ ഒരുമിച്ച് ചേർത്തൊന്ന് വായിച്ചു നോക്കിക്കേ. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ, യോഹന്നാൻ പറഞ്ഞു. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് ചുട്ടുകളയുകയും ചെയ്യും. അപ്പൊ ആ തീയിലുള്ള സ്നാനത്തെ കുറിച്ച് പറഞ്ഞതിന് ഉടനെ ശേഷം എന്താ പറയണത്? കളപ്പുരയിൽ കൂട്ടിവെക്കുന്നത് എന്താണ്? ഗോതമ്പ്. പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. അപ്പൊ ശേഷി, അതായത് നല്ലതിനെടുത്ത് കൂട്ടിവെക്കുന്നു, മോശമായതിനെ എന്ത് ചെയ്യുന്നു? തീയിലിട്ട് ചുട്ടുകളയുന്നു. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തീയാലുള്ള സ്നാനം എന്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മളായ ഒരു പ്രൊഫസറുടെ കാര്യം എന്താണ് നോക്കിയത്? എ ഗ്രേഡും എഫ് ഗ്രേഡും നൽകാനായ പ്രൊഫസറിന് ഒരു അധികാരമുണ്ട്. യേശു തന്നെ ഇവിടെ എന്താണ് പറയുന്നത്? കതിരി കിടാത്ത തീയിലിട്ട് കളയും. പതിരി ഗോതമ്പ് ദൈവം കൂട്ടിവെക്കുന്നു. അപ്പൊ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും നിത്യമായ നരകത്തെയാണ്, അതായത് നിത്യാഗ്നിയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് തീയാലുള്ള സ്നാനം എന്നുള്ളത്. മത്തായി 25:41 പറയുന്നുണ്ട് തീയാലുള്ള സ്നാനം, അതായത് പിശാചിനും അവന്റെ ദൂതന്മാർക്കും വേണ്ടിയാണ് നിത്യാഗ്നി ഒരുക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ മനുഷ്യൻ എന്തുകൊണ്ടായിരിക്കും അവിടെ പോകുന്നത്? അവരുടെ തീരുമാനം കൊണ്ട്. എന്ത് തന്നെ ആണെങ്കിലും ആ ഒരു സ്നാനം, അതിന്റെ ഗ്രീക്ക് വേർഡ് ബാപ്റ്റിസോ എന്നാണ്. ബാപ്റ്റിസോ എന്ന് പറഞ്ഞാൽ ബാപ്റ്റിസോ എന്ന്, അതായത് അവിടെ സ്നാനം, തീയാലുള്ള സ്നാനം എന്ന് പറയുമ്പോൾ ബാപ്റ്റിസോ എന്നുള്ള ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് നിമഞ്ജനം ചെയ്യുക. ഇപ്പൊ സബ്മെർജ് എന്നൊക്കെ പറയില്ലേ, സബ്മറീൻ, വെള്ളത്തിനടിയിലേക്ക് പോകുന്ന ഒരു യന്ത്രമായതുകൊണ്ടാണ് അതിന് സബ്മറീൻ, പൂർണ്ണമായിട്ട് മുങ്ങുന്നു. അപ്പൊ അതാണ് ആ ഒരു ബാപ്റ്റിസോ എന്നുള്ള വാക്കിന്റെ അർത്ഥം, പൂർണ്ണമായിട്ട് മുങ്ങുക. അപ്പോ തീയാലുള്ള ആ ഒരു ബാപ്റ്റിസോ സ്നാനം എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പൂർണ്ണമായിട്ട് നരകത്തിൽ ആയിപ്പോകുക, പൂർണ്ണമായിട്ട്. അതാണ് നമുക്ക് വെളിപ്പാട് പുസ്തകം 20:15 കാണാറുള്ളത്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും കെടാത്ത തീയിൽ തള്ളിയിട്ടളയും. അതെ, തീ പൊയ്കയിൽ ഇടും. അതായത് ലേക്ക് ഓഫ് ഫയർ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ലേക്ക് ഓഫ് ഫയർ, അഗ്നി തടാകം. അപ്പൊ അവിടെയാണ് ആ ഒരു സ്നാനം. അത് ഇനി ആർക്കെങ്കിലും ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതിനുവേണ്ടി ഇനി പ്രാർത്ഥിക്കുവോ? അതറിഞ്ഞതിന് ശേഷം ഇനി പ്രാർത്ഥിച്ചവര് അതിനു വേണ്ടി ആയിരിക്കില്ല ഇനി പ്രാർത്ഥിക്കാം. അവർക്ക് ഇത് മനസ്സിലായി. ദൈവം ഒരു കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിനെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാവണം. ഇത് എന്ത് ലക്ഷ്യം വെച്ചിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കാണോ അല്ലെങ്കിൽ സ്വന്തം വളർച്ചയ്ക്കോ? ഇത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കോ അല്ല, നിങ്ങളുടെ നാശത്തിനായിട്ടുള്ള പ്രാർത്ഥനയാണ്. അതെ, ആളുകൾ ഇത് പ്രാർത്ഥിക്കുന്നതിന്റെ മെയിൻ കാരണം ആ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ കിട്ടണേ എന്ന് പറഞ്ഞിട്ടാണ്. അതായത് അതാണ് തീയാലുള്ള സ്നാനം എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. പക്ഷെ അത് അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോസ്തലപ്രവൃത്തി 1:5 അപ്പോസ്തലപ്രവൃത്തി 11:15-16, അതായത് പെന്തക്കോസ്ത് നാളില് ഈ ഒരു സംഭവം, അതായത് പരിശുദ്ധാത്മ സ്നാനം നടക്കുമ്പോഴും അവിടെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് യേശു പറയുന്നുണ്ട് പോകുന്നതിന് മുൻപ് യേശു പോയി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞാണ് പെന്തക്കോസ്ത് നാൾ വരുന്നത്. ആ പെന്തക്കോസ്ത് നാളിൽ നടക്കുന്നത് പരിശുദ്ധാത്മ സ്നാനത്തെ കുറിച്ചാണെന്ന് പ്രവർത്തികളുടെ പുസ്തകം 1:5 നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അല്ലാതെ ഇവിടെ പറയുന്നുണ്ടോ യേശു ഇനി ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടുമുള്ള സ്നാനം ലഭിക്കും എന്നാണോ പറയുന്നത്? ഇല്ല. അപ്പൊ അവിടെ തന്നെ വ്യക്തമാണ് പെന്തക്കോസ്ത് നാളിൽ നടന്നത് പരിശുദ്ധാത്മ സ്നാനമാണ്. പിന്നെ കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ, അതായത് പെന്തക്കോസ്ത് നാൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് കൊർന്നേലിയോസിന്റെ ഭവനം. ആദ്യമായിട്ട് ജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ് കൊർന്നേലിയോസിന്റെ ഭവനത്തിലുള്ളവർ. അവിടെ നടന്ന അടയാളങ്ങൾ കണ്ടിട്ട് പത്രോസ് അവരെ വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ ഒരാളുടെ ഉള്ളിൽ അധിവസിക്കണമെങ്കിൽ ആ വ്യക്തി എന്ത് ചെയ്യണം? ആ വ്യക്തി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ
സ്നാനമെടുക്കണം, അതും വെള്ളത്തിൽ. അപ്പോസ്തലപ്രവൃത്തി 2:38, അപ്പോസ്തലപ്രവൃത്തി 22:16, 1 പത്രോസ് 3:21, അതുപോലെ മർക്കോസ് 16:16, മത്തായി 28:19, 20, ഇങ്ങനെ അനവധി വാക്യങ്ങളാണ് വെള്ളത്തിലുള്ള സ്നാനത്തെ കുറിച്ച് നിങ്ങളെ കാണിച്ചു തരുന്നത്. പക്ഷെ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചതായ കൊർന്നേലിയോസിന്റെ ഭവനത്തിലുള്ളവരെ പത്രോസ് പിന്നെ വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നത് അവർക്ക് പാപമോചനവും പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ അധിവസിക്കാൻ. 2 തിമോത്തിയോസ് 1:14, 2 തിമോത്തിയോസ് തന്നെയല്ലേ? അതെ അതെ, 2 തിമോത്തിയോസ് 1:14 അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കൊർന്നേലിയോസിന്റെ ഭവനം വെള്ളത്തിൽ സ്നാനമേറ്റത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും കൊർന്നേലിയോസിന്റെ ഭവനത്തിൽ നടന്ന ആ ഒരു അടയാളങ്ങൾ, അതിനെക്കുറിച്ച് പത്രോസ് 11-ാം അധ്യായത്തിൽ യെരുശലേമിൽ വന്നിട്ട് സംസാരിക്കുമ്പോൾ അവിടെ പറയുന്ന കാര്യം 11:15, ഞാൻ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്ക് പരിശുദ്ധാത്മാവ് ആദ്യം നമ്മുടെ മേലെന്ന പോലെ, അതായത് പെന്തക്കോസ് നാളിൽ എന്ന പോലെ തന്നെ അവിടെ നടന്നത് കൊടിയ കാറ്റടിക്കുന്നത് പോലുള്ള ശബ്ദം, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ, അന്യഭാഷകളിൽ സംസാരം, അതുപോലെ തന്നെ അവരുടെ മേലും വന്നു. അന്നേരം പത്രോസ് ഓർത്തത് ഇതാണ്, അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കോർത്തു. അല്ലാതെ ഇവിടെയും പറയുന്നുണ്ടോ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കോർത്തു എന്നാണ് പറയുന്നത്? അല്ല. അപ്പൊ അവിടെ നടന്നതും പരിശുദ്ധാത്മ സ്നാനമാണ്. തീ കൊണ്ടുള്ള സ്നാനം നടന്നിട്ടുണ്ടോ ബൈബിളിൽ ഇതുവരെ? ഇല്ല, ഇനി നടക്കും യേശുവിന്റെ ഒരു വരവില്. അതെ, ന്യായവിധി ദിവസത്തിൽ നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുന്ന നാഴിക വരുന്നു. യോഹന്നാൻ 5:29 വാക്യം നിങ്ങൾ പോയി പരിശോധിച്ചു നോക്കാം. അപ്പൊ ഈ 2 പ്രാവശ്യവും ക്ലിയർ ആണ്. അവിടെ നടന്നത് പരിശുദ്ധാത്മ സ്നാനമാണ്, അല്ലാതെ തീ കൊണ്ടുള്ള സ്നാനമല്ല. ഓക്കെ, അപ്പൊ ഇതേ നമുക്ക് കാണാം. ഇപ്പോ ലോകത്തിൽ വേറൊരു പഠനം കൂടിയുണ്ട്. അതായത് തീയാലുള്ള സ്നാനം എന്ന് അവര് പഠിപ്പിക്കുന്നത്, ഇപ്പോ വലിയ രീതിയിലുള്ള കഷ്ടതയിലെ ഒരു വ്യക്തി പോകുന്നത്, അപ്പൊ അതിനായിട്ട് ഒരു ഉദാഹരണം പറയുന്നത്, ഇപ്പൊ സ്വർണം തീയിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാലാണ് അത് അത്രയും, തീയിലൂടെ കടത്തി വിട്ടാലേ സ്വർണം ശുദ്ധീകരിക്കാൻ പറ്റുള്ളല്ലോ. അതേപോലെ തന്നെ ഇന്നൊരു വ്യക്തിയെ ദൈവത്തിന് അധികാരമുണ്ട്. ഒരു വ്യക്തി അത്രയും കഷ്ടതയിലൂടെ കടത്തിവിട്ട് അവൻ ഏറ്റവും മികച്ചവനായി പുറത്തു വരാൻ വേണ്ടിട്ട്. എന്നിട്ട് അതിന് പഴയ നിയമത്തിൽ ഒരു എക്സാമ്പിൾ പറയാ, മോശ തീ കണ്ടപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായത്. മുൾപടർപ്പില് ദൈവം ഒരു തീ ഇതായിട്ട് പ്രത്യക്ഷമായപ്പോ അത് കണ്ടപ്പോഴാണ് മോശക്ക് മാറ്റം ഉണ്ടായത്. അതുപോലെ നിങ്ങളും തീയെ കാണണം, തീ നിങ്ങളുടെ ജീവിതത്തിൽ വരണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ യോഹന്നാൻ അത് പറഞ്ഞ സമയത്ത് തന്നെ അതിന്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം അവിടെ വരേണ്ടതായിട്ടില്ല. കാരണം വീശിമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. തീപ്പൊയ്കയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പൊ നമുക്കിത് വ്യക്തമല്ലേ? വളരെ വ്യക്തമാണ് ഇതിനെപ്പറ്റി ബൈബിൾ പറയുന്നത്. അപ്പൊ ഈ ഒരു തീയാലുള്ള സ്നാനം, ഈ ഒരു ഇറ്റേണൽ പണിഷ്മെന്റ്, അതായത് നിത്യമായ ഒരു ദണ്ഡനം, യാതന, ഇത് എത്ര കാലത്തേക്കുണ്ട്? ഇത് നിത്യമാണ്. അതെ, ഇപ്പോ ആ ഒരു പ്രൊഫസറുടെ കാര്യത്തില് ആ ഒരു കുട്ടിക്ക് F ഗ്രേഡ് കിട്ടിക്കഴിഞ്ഞാലും അവനിക്ക് പഠിച്ച് തിരിച്ച് A ഗ്രേഡ് വാങ്ങാനുള്ള അവസരമുണ്ട്. പക്ഷെ ഈ ഭൂമിയിലായിരിക്കുമ്പോ ദൈവം അവൻ ദൈവത്തെ അനുസരിക്കാതെ സ്വന്തം ഹൃദയത്തിലെ വിചാരങ്ങളെ അനുസരിച്ച് ദൈവമില്ല, നിത്യതയില്ല, ഇങ്ങനെ ഒരു കാര്യമില്ല എന്ന് അവൻ സ്വന്തം ഹൃദയത്തിൽ വിചാരിച്ച് സ്വയം അതിനെപ്പറ്റി അന്വേഷിക്കുകയോ പരിശോധിക്കുകയോ യഥാർത്ഥമായ ദൈവം ആരാന്ന് കണ്ടെത്തുകയോ ഒന്നും തന്നെ ചെയ്യാതെ അവൻ മരിക്കുകയും നിത്യമായ നാശത്തിൽ പോവുകയും ചെയ്യും. അവന് ഇനി തിരിച്ചു വരാൻ ഒരു അവസരവും ഇല്ല. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് അന്വേഷിക്കാം, ആരാണ് യഥാർത്ഥമായ ദൈവം, ഞാൻ ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത്, ആരാണ് എനിക്ക് ഈ ഒരു നിത്യത നൽകുന്നത്. അതെ, ഈ നിത്യ ജീവൻ എന്ന് പറയുമ്പോൾ അവസാനിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. അത് നിത്യമായ സന്തോഷമാണ്, എനിക്ക് അതിൽ തന്നെ ആയിരിക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതേ അളവ് തന്നെയാണ് നിത്യമായ പണിഷ്മെന്റും. അതായത് ഈ തീയിലുള്ള സ്നാനം, നിത്യാഗ്നിയും അത്രയും കാലയളവ് തന്നെയാണ്. അപ്പൊ നമുക്ക് ചിന്തിക്കാം, നമുക്കിപ്പോ മനസ്സിലായി, ബൈബിളിൽ നിന്ന് വ്യക്തമാണ് ഈ ഒരു മുന്നറിയിപ്പ്. തീയിലുള്ള സ്നാനം നൽകുന്നത് യേശു തന്നെയാണ്, ആ ഒരു നിത്യ അഗ്നിയിലേക്ക് വിടുന്നത്. കാരണം അവരവരുടെ തീരുമാനം കൊണ്ട് മനുഷ്യരെടുത്തത് കൊണ്ട് അവര് ദൈവത്തെ അന്വേഷിക്കുകയോ അവനനുസരിക്കുകയോ ചെയ്യാതിരുന്നത് കൊണ്ടാണ് ഈ ഒരു കാര്യം വന്നത്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ അവിടെ എത്താതിരിക്കാൻ, ആ ഒരു ഇറ്റേണൽ പണിഷ്മെന്റ്,
അവിടെ എത്താതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം? എൻ്റെ മക്കൾ അവിടെ എത്താതിരിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എൻ്റെ സുഹൃത്തുക്കൾ അവിടെ എത്താതിരിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അത് ചെയ്യുക. എൻ്റെ ബന്ധുക്കാർ, ഞാൻ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളും അവരുടെ നിത്യതയെ കാണുക. അവരവിടെ എത്താതിരിക്കാൻ വേണ്ടി ആ നിത്യമായ യാതനയിൽ, തീയിൽ, നിത്യ അഗ്നിയിൽ എത്താതിരിക്കാൻ വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരു ചിന്താഗതിയിലാണ് യേശു ക്രിസ്തു ജീവിച്ചത്. ഈ ഒരു ചിന്താഗതിയിലാണ് അപ്പോസ്തലന്മാർ ജീവിച്ചത്. അനവധി ആൾക്കാർ ലോകത്തിൽ ഇത് ഇഗ്നോർ ചെയ്ത്, അതായത് കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. പ്രത്യേകിച്ച് ലോകത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന അനവധി ആൾക്കാർ പോലും. അപ്പൊ തന്നെ അത് എത്ര വിഷമകരമാണ്. ദൈവം ഇത്രയും വാർണിംഗ് തന്നിട്ട് ഇനിയും ഇത് മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോകുമ്പോ അവരെന്തായാലും എവിടെ എത്താൻ പോകുന്നത്? നിത്യമായ ഒരു നാശത്തില്. അതെ. പിന്നെ വേറൊരു കാര്യം കൂടിയും അനേകര് പറയുന്നത് കേൾക്കാം. ദൈവം വളരെ സ്നേഹമുള്ളവനാണ്. അതെ. അവനിക്ക് ഒരിക്കലും ഈ കാര്യം ചെയ്യാൻ പറ്റൂല. കാരണം അവന്റെ മക്കളെ നിത്യമായ നാശത്തിൽ വിടുവാൻ കഴിയില്ല. അവനൊരിക്കലും അത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ് നിങ്ങൾ ഈ പറയുന്നത്. എങ്ങനെ പറ്റും നിത്യമായ ഇത്രയും വലിയൊരു നാശത്തിലേക്ക് ദൈവം തള്ളി? ദൈവത്തിന് അത്രയും കണ്ടു നിൽക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ അവർ പറയും. പക്ഷേ നമ്മള് മത്തായി 25 അവസാനത്തെ വാക്യത്തിൽ എന്താണ് വായിച്ചത്? ഇത് മനുഷ്യർക്കായിട്ട് ദൈവം ഒരുക്കിയതാണോ? അല്ല, അവരുടെ തിരഞ്ഞെടുപ്പാണ്. ദൈവം അവർക്ക് ദൈവത്തിലേക്ക് വരാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. അത് തിരഞ്ഞെടുക്കാതെ ദൈവം അത് ചെയ്യില്ല, ദൈവം ഇതാക്കില്ല. അങ്ങനെ ദൈവം ചെയ്യലാണെങ്കിൽ, അങ്ങനെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കലാണെങ്കിൽ, ദൈവത്തിന് വേണ്ടി കഷ്ടതയും ദൈവത്തിന്റെ എല്ലാ കൽപ്പനയും അനുസരിച്ച് ജീവിച്ച്, പൂർണ്ണ ഹൃദയത്തോടെ അനുസരിച്ച് ജീവിച്ച് ആ വ്യക്തി ജയിച്ച ജയത്തിന് ഒരു വിലയില്ലാതെയാവും. അതെ. ആ വ്യക്തികളോട് ദൈവം ചെയ്യുന്നത് ഒരു ന്യായമില്ലാത്ത കാര്യമാണ്. മറ്റുള്ളവരോട് മുഖപക്ഷം കാണിക്കുവോ ദൈവം? ഒരിക്കലും കാണിക്കില്ല. റോമർ 2:11 വായിച്ചാൽ മതി, അവിടെയും വ്യക്തമാണ് ദൈവത്തിന്റെ പക്കൽ മുഖപക്ഷമില്ലല്ലോ. അപ്പൊ തന്നെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ചു. പക്ഷെ ഇത് നിങ്ങൾക്ക് ചേർന്ന് പോകാനോ നിങ്ങൾക്ക് ഇത് അംഗീകരിക്കാനോ കഴിയുന്നില്ലെങ്കിൽ ശരിക്കും അത് ഞങ്ങളോടല്ല അംഗീകരിക്കാത്തത്, ബൈബിളിനോടാണ്. കാരണം ബൈബിളാണ് പറയുന്നത് തീയാലുള്ള സ്നാനം ഇതാണെന്ന്. ലോകത്തിലുള്ള അനവധി പാസ്റ്റർമാരും മറ്റ് ഉപദേശകന്മാരും എല്ലാം പഠിപ്പിക്കും തീയിലുള്ള സ്നാനം ലഭിക്കുന്നത് ഞാൻ കണ്ടു, എനിക്കിത് ലഭിച്ചു. പക്ഷെ അതാണോ ബൈബിള് പഠിപ്പിക്കുന്നത്? അല്ല. കാരണം ആളുകൾക്ക് തങ്ങളോട് തന്നെ നുണ പറയുന്നതാണ്, അല്ലെങ്കിൽ ബോഷ്ക്ക് പറയുന്നതാണ് ഇഷ്ടം. നമുക്ക് കാണാം. കാരണം അവര് പറയും, ഓ എനിക്കറിയാം, എൻ്റെ ഉള്ളിൽ നിന്ന് അറിയാം ഞാൻ രക്ഷിക്കപ്പെട്ടു, എൻ്റെ ഉള്ളിൽ നിന്ന് അറിയാം, എനിക്ക് മനസ്സിലായി, എനിക്ക് ഇതെല്ലാം സംഭവിച്ചു. കാരണം ഗലാത്യർ 6:7 വായിച്ചാൽ മതി, വഞ്ചനപ്പെടാതിരിപ്പിൻ, ദൈവത്തെ പരിഹസിച്ചു കൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഈ തീയിലുള്ള സ്നാനം എന്താണ്? ഒരു പണിഷ്മെന്റ് ആണ്. മനുഷ്യൻ എന്താണോ ഇന്ന് ലോകത്തിൽ വിതച്ചത്, നന്മ ചെയ്തവർ ജീവനെ കൊയ്യും, തിന്മ ചെയ്തവർ ന്യായവിധിയാണ്, അവർക്ക് പണിഷ്മെന്റ് ആണ്. താഴത്ത് എഴുതിയിട്ടുണ്ട് ഗലാത്യർ 6:7-8 വാക്യങ്ങളിൽ, ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും, ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവൻ കൊയ്യും. ഇവിടെ എല്ലാം വ്യക്തമാണ്. 2 കൊരിന്ത്യർ 5:10 എല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിനൊത്തവണ്ണമുള്ള നമ്മൾ ക്രിസ്തുവിന്റെ ന്യായസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. പ്രതിഫലം അന്നാണ് ലഭിക്കുന്നത്. ഓക്കെ. അപ്പൊ അനവധി ആൾക്കാരും ലോകത്തിലുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് കാണാം, മോർമൻസ് ഉണ്ട്, പെൻഡക്കോസ്റ്റൽസ് ഉണ്ട്, ബാപ്റ്റിസ്റ്റ്, പ്രസ്ബിറ്റേറിയൻസ്, ലൂതറൻസ്, ബ്രദറൻസ്, ഇങ്ങനെയുള്ള അനവധി നാമധേയ വിഭാഗങ്ങൾ, ഡിനോമിനേഷൻസ് ഒക്കെ അവിടെ ഉണ്ട്. അവരെല്ലാം അവർക്ക് വിശ്വാസം ഉണ്ടെന്നൊക്കെ പറയും. ഞങ്ങളിത് വിശ്വസിക്കുന്നു. പക്ഷെ എന്തിന്റെ ബേസിലാണ് ഈ കാര്യങ്ങൾ വിശ്വസിക്കുന്നതെന്ന് ചോദിച്ചാൽ കാണിച്ചു തരാൻ പറ്റില്ല. കാരണം ബൈബിളിലുള്ള കാര്യങ്ങളായിരിക്കില്ല. ബൈബിളിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് എടുത്തതല്ല, എല്ലാം ചേർന്ന് പോകണ്ടേ ബൈബിളിൽ. നമ്മളുടെ വികാരങ്ങൾ കൊണ്ട് നമുക്കൊരു എയറോപ്ലെയിൻ പറത്താൻ കഴിയും. ഇപ്പോ എന്റെ ഹൃദയം പറയുന്നത് എനിക്ക് ഈ എയറോപ്ലെയിന് പറത്താൻ കഴിയും. ഒരിക്കലും ഒരു എയറോപ്ലെയിൻ പറത്താൻ കഴിയില്ല. അഥവാ ചെന്നാൽ പോലും അതിന്റെ ഒന്നും തന്നെ അറിയാതെ നശിച്ചു പോയാ. അതേപോലെ തന്നെ എന്റെ ഹൃദയം പറയുന്നു ഞാനിപ്പോ ക്രിസ്തുവിലാണ്. എന്റെ ഹൃദയം പറയുന്നു എന്നിലിപ്പോ ദൈവത്തിന്റെ ആത്മാവുണ്ട്. എന്റെ ഹൃദയം പറയുന്നു ഞാനിപ്പോ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. ഇങ്ങനെ നമ്മുടെ വികാരങ്ങൾ അനുസരിച്ച് ജീവിക്കലാണെങ്കിൽ ദൈവം അവസാനത്തെ ഒടുക്കത്തെ നാളില് നമ്മളോട് ചോദിക്കുക,
ഞാൻ പറഞ്ഞ വചനമാണ് നിങ്ങളെ ഒടുക്കത്തെ നാളിൽ ന്യായം വിധിക്കുക. അല്ലാതെ നിന്റെ ഹൃദയത്തിൽ ഈ ചിന്ത ഉണ്ടായി, നിനക്ക് ഹൃദയത്തിൽ അതുണ്ടായി, അദ്ദേഹം ഇത് പറഞ്ഞ്, അതല്ല. ദൈവം പറഞ്ഞ വചനം നിങ്ങൾ അതുപോലെ തന്നെയാണോ അനുസരിച്ചത്? ദൈവം എല്ലാം ചെയ്യാൻ പോകുന്നത് അവന്റെ വചനപ്രകാരമായിരിക്കും. അതുപോലെ തന്നെ നമ്മളും ചെയ്തിട്ട് ഇന്ന് ഒരുങ്ങി നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ലോകത്തിൽ അനവധി ആൾക്കാരും വേറൊരു കാര്യം പറയും, ഓ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പാപിയായിരുന്നു, ആ സമയത്ത് എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞത്. അത് വചനപ്രകാരമാണോ? ഒരു കാര്യം നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഒരു മനുഷ്യന്റെ നിയമം ആയാൽ പോലും, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ തന്നെ ആയാലും, ഇപ്പോ അദ്ദേഹം റൂമിലേക്ക് കയറുമ്പോ ഫുള്ള് എന്താ പറയാ വേസ്റ്റ് നിറച്ചെടുക്കുക റൂമില്, ചവറും മാലിന്യവും ദുർഗന്ധമാണെങ്കിൽ ആ റൂമില് ചെന്ന് കിടക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോ നമ്മളുടെ പാപത്തിലായിരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൽ വന്ന് ദൈവം വസിക്കോ? ഇല്ല, ഒരിക്കലും. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? പാപങ്ങളെല്ലാം കഴുകി കളയണം. ദൈവം അതിനായിട്ടൊരു വഴി ഒരുക്കിയോ? ഒരുക്കി. അതനുസരിക്കുക തന്നെ ചെയ്യണം. നിങ്ങൾക്ക് ആ ഒരു വീഡിയോ പോയി പരിശോധിക്കാം. എങ്ങനെയാണ് ഒരാളുടെ ഉള്ളിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത് വചനപ്രകാരം. അതിന്റെ ഒരു വീഡിയോ കുറച്ചു മുൻപ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് പോയി പരിശോധിച്ച് നോക്കാം. വചനപ്രകാരം ആണോ അല്ലെങ്കിൽ ആണോ അല്ലയോ എന്ന് നോക്കുക. കാരണം വചനപ്രകാരമാണെങ്കിൽ നമ്മൾ അത് അനുസരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ ചൂണ്ടിക്കാണിച്ച് തരാം. പിന്നെ ആളുകൾ പറയും, ഇതെനിക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചപ്പോഴാണ് എനിക്ക് ഈ കാര്യങ്ങളെ വിശ്വസിക്കാനും അനുസരിക്കാനും പറ്റിയത്. അങ്ങനെയല്ല. അപ്പോസ്തലപ്രവൃത്തി 5:32 പറയുന്നുണ്ട്, ദൈവത്തെ അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. സ്നാനമേൽക്കാതെ ഒരാൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നില്ല എന്ന് അപ്പോസ്തലപ്രവൃത്തി 2:38 കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോസ്തലപ്രവൃത്തി 19:1 മുതൽ 5 വരെ വായിച്ചു നോക്കിയാലും നമുക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പൊ റോമർ 10:17 പറയുന്നുണ്ട്, വിശ്വാസം നമുക്ക് എങ്ങനെയാ വന്നത്? കേൾവിയാലും. അതെ, അല്ലാതെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ വരുമ്പോഴല്ല വിശ്വാസം വരുന്നത്. വിശ്വാസം വരുന്നത് കേൾവിയാൽ. കേൾവി ക്രിസ്തുവിന്റെ വചനത്താൽ. പരിശുദ്ധാത്മാവ് എഴുതിയ വചനങ്ങൾ വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും, അത് ആരെങ്കിലും പ്രസംഗിച്ച് കേൾക്കുമ്പോൾ അതേ വചനമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. ആ പരിശോധനയിൽ നമുക്ക് എന്ത് വരും? വിശ്വാസം വരും. ആ കേൾവിയിൽ, ആ പ്രസംഗത്തിൽ. അങ്ങനെയാണ് ഫിലിപ്പിയിലെ കാരാഗ്രഹ പ്രമാണിയെല്ലാം രക്ഷപ്പെട്ടത്. നിങ്ങൾക്ക് അത് പോയി പരിശോധിച്ചു നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം. അതേപോലെ എത്യോപ്യക്കാരനെ അതെ, അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായം. അപ്പോസ്തലപ്രവൃത്തി 2 യഹൂദന്മാര് പത്രോസ് ഈ ഒരു കാര്യം സംസാരിച്ചത് അവര് കേൾക്കുകയും അവര് വിശ്വസിക്കുകയും. ഇപ്പോ ഇന്ന് നിങ്ങളായിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വിശ്വസിക്കുക? ബൈബിള് ദൈവത്തിന്റെ വചനമാണെന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ബൈബിള് ദൈവത്തിന്റെ വചനം എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്താതെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ബൈബിള് ദൈവത്തിന്റെ വചനമാണെന്ന് ഒരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അതിൽ പറയുന്നത് ഒന്നും ചെയ്യാൻ പോണില്ല. അതിനൊരു സീരിയസ്നെസ്സും കൊടുക്കാൻ പോണില്ല. അവര് സീരിയസ്നെസ് കൊടുക്കാൻ പോകുന്നത് എന്തിനായിരിക്കും? ആളുകളുടെ ടെസ്റ്റിമണീസ്, സാക്ഷ്യങ്ങൾ. ഓ, എന്റെ സാക്ഷ്യം ഇതാണ്, ഞാൻ ഒരു ദിവസം ഒരു പ്രസംഗത്തിന്റെ ഇടയിൽ ഇരുന്നപ്പോൾ എനിക്ക് അന്യഭാഷ പറയാൻ പറ്റി, അന്നേരം ഞാൻ രക്ഷിക്കപ്പെട്ടു. ഇതാണോ? അങ്ങനെയാണോ 1-ാം നൂറ്റാണ്ടില് ക്രിസ്ത്യാനികളായത് ഓരോ വ്യക്തികൾ രക്ഷിക്കപ്പെട്ടത്? അങ്ങനെയാണോ? അല്ല. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തില് പെന്തക്കോസ്ത് നാളില് അവര് കൂടി വന്നപ്പോൾ പത്രോസിന്റെയും അപ്പോസ്തലന്മാരുടെയും പ്രസംഗം കേട്ടപ്പോൾ അവിടെ കൂടി നിന്നവർക്കെല്ലാം ഒരു കോരിത്തെരിപ്പ് ഉണ്ടായപ്പോഴാണോ അവർ രക്ഷിക്കപ്പെട്ടത്? ഇല്ല. അവരെന്താണ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പോസ്തലപ്രവൃത്തി 2:37 ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് സഹോദരന്മാരെ? പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ഓരോരുത്തൻ തന്റെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റാൽ പരിശുദ്ധാത്മാവ് എന്നുള്ള ദാനവും നിങ്ങൾക്ക് ലഭിക്കും. അതായത് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണം. അതെ, നമുക്ക് കാണാം. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ലോകത്തില് ഇമോഷൻസ് ഒരുപാട് ആൾക്കാർക്ക് ഉണ്ടാകും. ഇമോഷൻസ് വരും പോകും. പക്ഷെ സത്യം എങ്ങനെയാണ്? അത് ഇന്ന് ഇങ്ങനെയാണെങ്കിൽ നാളെ വേറെ രീതിയിലായിരിക്കും. ഇല്ല, എന്നും ഉറച്ചതായിരിക്കും. അതെ, ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുന്നത് അങ്ങനെയാണ്. കാരണം ആകാശവും ഭൂമിയും മാറിപ്പോയാലും എന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം ബൈബിളിന് അടിസ്ഥാനപ്പെട്ടതായിരിക്കണം നമ്മളുടെ വിശ്വാസമായാലും നമ്മൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടത് അതല്ല. അല്ലാതെ ഇമോഷൻസ്, ഓ എനിക്ക് ആ ഒരു സമയത്ത് ഇങ്ങനെ ഫീൽ ചെയ്ത്, ഇപ്പോഴും എനിക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ട്, ഇമോഷൻ ഉണ്ട്, എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ കരച്ചിൽ വരും, രോമാഞ്ചം വരും. ഇങ്ങനെയൊന്നുമല്ല ആളുകൾ രക്ഷിക്കപ്പെട്ടത് ബൈബിളിൽ. കാരണം നമുക്ക് കാണാൻ പറ്റും, പല ആൾക്കാരും
ഇമോഷണലി നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കരഞ്ഞോണ്ടൊക്കെ ആയിരിക്കും പറയുന്നത് ഞാൻ രക്ഷിക്കപ്പെട്ടു, എന്റെ ജീവിതത്തിൽ നടന്നതൊക്കെ കാണണം. പിന്നെ ജീവിതത്തിലേക്ക് വന്നപ്പോഴാണ് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയത്. എന്റെ ജോലി നന്നായിട്ട് കിട്ടി, എനിക്ക് കൂടുതൽ സാലറി കിട്ടി, എന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പോയി. അങ്ങനെയാണോ ഒരാൾ മനസ്സിലാക്കുന്നത് ഒരാൾ രക്ഷിക്കപ്പെട്ടു? അല്ല, ഇപ്പോ എന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഞാൻ രക്ഷിക്കപ്പെട്ടെന്നുള്ളത് ഉറപ്പുവരുത്തുന്നത് എങ്ങനെയാണ്? വചനം വായിക്കുമ്പോ ആ എത്യോപ്യക്കാരനായ ഷണ്ണൻ ഇത് ചെയ്തപ്പോഴാണ് രക്ഷിക്കപ്പെട്ടത്. അതേപോലെ ഫിലിപ്പയിലുള്ള കാരാഗൃഹ പ്രമാണി പൗലോസ്, അപ്പോസ്തലപ്രവൃത്തി 2:38 അവിടെ യഹൂദന്മാര്, ഞാൻ വചനത്തിൽ നിന്നാണ് ആ ഒരു വരുത്തുന്നത്. എന്റെ വിശ്വാസം വചനത്തിലാണ് ഞാൻ ഉറപ്പിച്ചത്, അല്ലാതെ ഇദ്ദേഹം പറഞ്ഞ കാര്യം അതാണ്, അതിനി ഒരു മാറ്റമില്ല. പക്ഷെ വചനത്തിലേക്ക് വരുമ്പോ ഈ വചനത്തിൽ ഇത് ഇങ്ങനെയല്ലല്ലോ പറയുന്നത്. അപ്പോ എനിക്കൊരു ഉറപ്പുണ്ടാവോ? ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനായൊരു ധൈര്യം ഉണ്ടാവോ? ഇല്ല. കാരണം അതാണ് നമ്മൾ കാണേണ്ടത്. കാരണം ലോകത്തിൽ ഒരുപാട് ആൾക്കാർ പല പല ഉപദേശങ്ങളായിട്ട് വരും, പക്ഷെ ബൈബിളിൽ ഒരു ഉപദേശമുള്ളൂ. പൗലോസ് രക്ഷിക്കപ്പെട്ടത് അതേ ഉപദേശത്തിലാണ്. പെന്തക്കോസ്ത് നാളിലെ ജനം രക്ഷിക്കപ്പെട്ട അതേ ഉപദേശത്തിലാണ് പൗലോസ് അപ്പോസ്തലനെ രക്ഷിക്കപ്പെട്ടത്. അതേ ഉപദേശം അനുസരിച്ചപ്പോഴാണ് എത്യോപ്യക്കാരനായ ഷണ്ണൻ രക്ഷിക്കപ്പെട്ടത്. അതേ ഉപദേശം അനുസരിച്ചപ്പോഴാണ് ഫിലിപ്പിയിലെ കാരാഗൃഹ പ്രമാണി രക്ഷപ്പെട്ടത്. ഇതെല്ലാം ഒരേപോലെയാണ്. പക്ഷെ ഇന്ന് പറയുന്ന പല ആൾക്കാരുടെയും ഇത് വ്യത്യാസമാണെങ്കിൽ ബൈബിളിന്റെ പ്രശ്നമല്ലത്, അവര് പറയുന്നതിന്റെ പ്രശ്നമാണ്. അപ്പൊ പല ആൾക്കാരും പറയും ഞാൻ രക്ഷിക്കപ്പെട്ടു, പക്ഷെ അവരെ നമ്മൾ ബൈബിളിൽ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവര് ചിലപ്പോൾ പറയും എന്റെ ആ ഒരു എക്സ്പീരിയൻസും എന്റെ ആ ഒരു ലൈഫ് എക്സ്പീരിയൻസും ഒന്നും ഇത് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് എന്നെ സമ്മതിക്കുന്നില്ല. ബൈബിളിൽ ഇത് ശരിയാണ്, ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ എന്റെ ലൈഫ് എക്സ്പീരിയൻസ്, ഞാൻ അനുഭവിച്ച കാര്യങ്ങളും ഞാൻ കണ്ട കാര്യങ്ങളൊന്നും, ഞാൻ ഇതൊക്കെ ശരിക്കും നടക്കുന്നത് കണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും നടക്കൂലെന്നല്ല ബൈബിള് പറയുന്നത്. അത് കള്ളപ്രവാചകന്മാർക്കും പഴയ നിയമകാലത്തും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യാൻ പറ്റും. മോശയുടെ കാലത്ത് മോശ ചെയ്ത കാര്യങ്ങളെല്ലാം ഫറവോന്റെ ആ ഒരു ആഭിചാര പ്രവർത്തികളും മന്ത്രവാദങ്ങളൊക്കെ ചെയ്തവർക്കും ചെയ്യാൻ പറ്റി. നമുക്ക് കാണാം. അങ്ങനെ പല ആൾക്കാരും എനിക്ക് ഉള്ളിന്റെ ഉള്ളിൽ അറിയാം ഞാൻ രക്ഷിക്കപ്പെട്ടു, എനിക്കത് മതി, എന്റെ വിശ്വാസം എന്നെ രക്ഷിക്കും. പക്ഷെ ക്വസ്റ്റ്യൻ അതല്ല, എനിക്കറിയാമോ ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നുള്ളതല്ല, ദൈവത്തിനറിയാമോ നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. മത്തായി 7:22-23 ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ദൈവം ഞാൻ നിങ്ങളെ അറിയുന്നു എന്ന് പറയുന്നതാണോ, ഞാൻ നിങ്ങൾ ഒരു നാളും അറിയുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. കർത്താവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് അവരോട് എന്താ പറയാൻ പോണത്? ഞാൻ ഒരു നാളും നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ട് പോകുവിനെന്ന് തീർത്തു പറയും. ഇതിന് തൊട്ടുമുമ്പുള്ള വാക്യം വായിച്ചാൽ മതി, 21-ാം വാക്യം. എന്നോട് കർത്താവ് കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്ര സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. അപ്പൊ തന്നെ നമുക്കറിയാം ദൈവം എത്ര വ്യക്തമായിട്ടാണ് ഇതൊക്കെ നടക്കും, അത്ഭുതങ്ങളും അടയാളങ്ങളും ഇതൊക്കെ നടക്കും. പക്ഷെ എന്റെ ഇഷ്ടം ചെയ്യണം. എന്റെ ഇഷ്ടം ചെയ്തിട്ടില്ലെങ്കിൽ അവസാന നാളിൽ എന്താണ്? ഞാൻ നിങ്ങൾ ഒരു നാളും അറിഞ്ഞിട്ടില്ല, അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിനെന്ന് തീർത്തു പറയും. അപ്പൊ നമുക്ക് കാണാം, യേശു പറഞ്ഞു സത്യമാണ് നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. കാരണം ആളുകളെ നമ്മൾ ശരിക്കും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവരെ കംഫർട്ട് ചെയ്യാനല്ല നോക്കണത്. നുണ പറഞ്ഞ അവരെ വേണമെങ്കിൽ ശാന്തരാക്കാം, അവരെ വേണമെങ്കിൽ സമാധാനിക്കാം. നീ രക്ഷിക്കപ്പെട്ടു, കുഴപ്പമില്ല, നിനക്ക് ഇതൊക്കെ മാറും. പക്ഷെ അങ്ങനെയല്ല. അവരെ ബൈബിളിൽ എന്താ കാണിക്കുന്നത്? യേശുക്രിസ്തു എന്താണ് പറഞ്ഞത്? യോഹന്നാൻ സ്നാപകൻ എന്താണ് പരീശന്മാരും സദൂക്യരും അവന്റെ അടുത്ത് സ്നാനമേൽക്കാൻ വന്നപ്പോ പറഞ്ഞത്? സർപ്പസന്തതികളെ. അത് കംഫർട്ടിങ് ആണോ? അല്ല. വളരെ ആശ്വാസമാണോ? അല്ല. അവര് യോഹന്നാൻ സ്നാപകൻ അവരെ വെറുത്തോണ്ടല്ല അത് പറയണത്, സ്നാനമേൽക്കാനാണ് അവർ വന്നത്. അവരോട് പറയണത് നിങ്ങൾ മാനസാന്തരത്തിനായിട്ടുള്ള ഫലം കഴിപ്പിൻ, എന്നിട്ട് വാ. അല്ലാതെ നിങ്ങൾ വേറെ മനോഭാവത്തിൽ വരരുത് ഇവിടെ. അപ്പൊ അതേ കാര്യം തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത്. നമ്മള് എല്ലാരെയും സർപ്പസന്തതികളെ എന്ന് വിളിക്കാനല്ല, പക്ഷെ വചനത്തിലൂടെ കാണിച്ചു കൊടുക്കുക, ഇതാണ് സത്യം, ഈ വചനപ്രകാരം നമ്മൾ അനുസരിക്കുക. എന്നാൽ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവും, അവസാന നാളില് ഞാൻ രക്ഷിക്കപ്പെട്ടു. യേശുക്രിസ്തു വന്നാലും
എനിക്ക് നിത്യമായ സന്തോഷത്തിലേക്ക് പോവാം, അല്ലാതെ നിത്യമായ തീയാലുള്ള സ്നാനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തീയാലുള്ള സ്നാനം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കാരണം ആളുകളുടെ നിത്യതയെ കുറിച്ച് കൂടി ആ തീയാലുള്ള സ്നാനം നമ്മളെ ചിന്തിപ്പിക്കും. ആ തീയാലുള്ള സ്നാനം നിത്യ അഗ്നിയാണ്, നരകമാണ്, ലേക്ക് ഓഫ് ഫയർ. വെളിപ്പാട് പുസ്തകം 20:15 ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും ആ തീയാലുള്ള സ്നാനത്തിലേക്ക് വിടും. അപ്പൊ നമുക്ക് ആളുകളുടെ നിത്യതയെ കുറിച്ച് നമ്മൾ ആദ്യം മുൻഗണന കൊടുക്കുക, അവരോട് സത്യം സംസാരിക്കുക. കാരണം ഒരു വ്യക്തിയെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവരോട് സത്യം സംസാരിക്കും. സത്യം സംസാരിച്ചിട്ടും എല്ലാവരും അത് സ്വീകരിക്കണമെന്നുണ്ടാ? യേശു തന്നെ പറയുന്നുണ്ട്, നാശത്തിലേക്ക് പോകുന്നവർ അനേകർ, പക്ഷെ ജീവങ്ങളിലേക്ക് പോകുന്നവർ ആ വഴി ഞെരുക്കവും ഇടുക്കവും ഉള്ളത്, അതിലൂടെ പോകുന്നവർ വളരെ ചുരുക്കം. അപ്പൊ തന്നെ നമുക്ക് കാണാം, പൗലോസ് അപ്പോസ്തലൻ പോലും വന്ന് സംസാരിച്ചാലും അവര് ശരിയാകാൻ പോണില്ല. കാരണം എന്തുകൊണ്ടാണ്? അപ്പോസ്തല പ്രവൃത്തി 28:25-26 ഒന്ന് വായിച്ചു നോക്കിയേ. പൗലോസ് വചനത്തിലൂടെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുത്തിട്ട് പോലും അവർ തമ്മിൽ യോജിക്കാതെ പിരിഞ്ഞു പോകുമ്പോൾ പൗലോസ് അവരോട് ഒരു വാക്ക് പറഞ്ഞത് എന്തെന്നാൽ, പൗലോസ് അപ്പോസ്തലൻ അവരോട് സംസാരിച്ചു, അവരെന്ത് ചെയ്തില്ല? കേട്ടില്ല. അവരോട് പറയണാണ്, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ട് ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണാതിരിക്കും, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും. കാരണം മനം തിരിഞ്ഞാലേ ദൈവത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സൗഖ്യമാക്കാൻ. അതെ, അവർക്ക് ആ ഒരു പാപമോചനവും ആ ഒരു പരിശുദ്ധാത്മാവും എന്നുള്ള ദാനവും നൽകാനായിട്ട് പറ്റണമെങ്കിൽ അവര് മനം തിരിയണം. സ്വന്തം ചോയ്സിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ഞാനിത് തരാം, പക്ഷെ അവര് തിരിയുന്നില്ല. അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. തഴമ്പ്, അതായത് ആ ഒരു കട്ടിയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നു എന്ന് ഈ ജനത്തിന്റെ അടുക്കൽ പോയി പറക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാപ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ഇതാണ് അവസ്ഥ. സുവിശേഷത്തിന് ശക്തി ഇല്ലാത്തതുകൊണ്ടല്ല, വചനത്തിന് ശക്തി ഇല്ലാത്തത് കൊണ്ടല്ല, ആളുകൾക്ക് ചോയ്സ് ഉണ്ട്, അവരത് ഉപയോഗിക്കുന്നില്ല, ദൈവത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല, വചനത്തോട് താല്പര്യവുമില്ല. കാരണം സാത്താൻ എന്താ ചെയ്യണത്? 2 കൊരിന്ത്യർ 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിപ്പാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അതിന്റെ 3-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രയും മറിഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇല്ല. കാരണം ദൈവം എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ട്, കത്ത് കൊടുക്കുന്നുണ്ട്, ക്ഷണക്കത്ത് ഇതാ സ്വീകരിക്കും. പക്ഷെ അത് മേടിച്ച് വായിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു വരാൻ എല്ലാവർക്കും ചോയ്സ് ഉണ്ട്. അത് തിരഞ്ഞെടുക്കാനും അത് മുന്നോട്ട് അവസാനം വരെ ഓടാനും ഓരോ വ്യക്തികളുടെയും ചോയ്സ് ആണ്. നിങ്ങൾക്ക് ഏത് വേണം? പ്രൊഫസറുടെ കയ്യിൽ നിന്നോ എ ഗ്രേഡ് വേണോ അല്ലെങ്കിൽ F ഗ്രേഡ് വേണോ? യേശുക്രിസ്തുവിന്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ഏത് വേണം? നിത്യജീവൻ വേണോ? തീയാലുള്ള സ്നാനം വേണം? അത് നിങ്ങളുടെ തിരഞ്ഞെടുപ്പാണ്. ഏത് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇപ്പോ യേശുക്രിസ്തുവിനാണ് ഇതിനുള്ള അതോറിറ്റി. പരിശുദ്ധാത്മാവിനാല് സ്നാനം 2 വട്ടമാണ് നടന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാരെല്ലാം അപ്പോസ്തലന്മാരുടെ ഉപദേശം അനുസരിച്ചിട്ടാണ് അവർക്ക് അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലഭിച്ചത്. അല്ലാതെ അവർക്കും യേശുക്രിസ്തുവിനാൽ പരിശുദ്ധാത്മാവ് സ്നാനം ലഭിക്കണമെന്ന് അത് ബൈബിളിൽ വിപരീതമായിട്ടാണ് അവരെ ചിന്തിക്കുന്നത്. നമുക്കിപ്പോ അപ്പോസ്തലന്മാര് വിട്ട അടിസ്ഥാനം അതനുസരിച്ച് ജീവിക്കാം. എഫേസ്യർ 2:20 വാക്യം, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്നുള്ള അടിസ്ഥാനത്തിന്മേൽ നിങ്ങളെ പണിതിരിക്കുന്നു. ഈ ഒരു അടിസ്ഥാനത്തിലുള്ളതാണ് തീയാലുള്ള സ്നാനം എന്താണെന്ന് ബൈബിളിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങളെ അത് മനസ്സിലാക്കുവാൻ സഹായിച്ചു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ പരിശോധിക്കുക. നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കാം, കോണ്ടാക്ട് ഇട്ടേക്കാം. ഈ ഒരു വീഡിയോ നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.